അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു അറബിക് ഡെസേർട്ടായ കുനാഫ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടി 250 ml പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ പാലിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒരു ക്രീമി ടെക്സ്ചർ ആവണ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് 125 ഗ്രാംസ് ബട്ടറാണ്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കുനാഫ ഡോ. ഇത് 500 ഗ്രാംസ് ഉണ്ട്. ഇത് ഫ്രോസൺ ആണ്. നോർമൽ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ സിസേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇല്ലേ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കുനാഫ ഡോ മൊത്തത്തിൽ ബട്ടറായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഫുൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാല് കോൺഫ്ലോർ മിക്സ് ഇല്ല, അത് ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ക്രീം ഉണ്ടാക്കിയോണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. ഇത് ക്രീം ചീസാണ്. ഇനി ക്രീം ചീസ് 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ക്രീമാണ്. ഇതാണ് ഒറിജിനൽ ക്രീം കുനാഫയിലൊക്കെ യൂസ് ചെയ്യണത്. ഇതില്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതും 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ഒരുപാട് രീതിയിൽ പലരും ചെയ്യാറുണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫ്രഷ് ക്രീമും പാലും കോൺഫ്ലോർ മിക്സും മിൽക്ക് മെയ്ഡും മാത്രം ആഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. കുനാഫയുടെ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് അല്പം കട്ടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു കേക്ക് മോഡലിൽ തന്നെ. നോർമലി നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് വളരെ തിന്നായിട്ടുള്ള കുനാഫ ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ പ്രസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഇനി ബേക്ക് ചെയ്യാൻ പോകുന്നത് അവനിലാണ്. നമുക്ക് നോർമൽ ഗ്യാസ് സ്റ്റോപ്പിലും കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കായ്പോളൊക്കെ ചെയ്യില്ലേ, അതേപോലെ ആദ്യം സോസ് പാനിലിട്ടിട്ട് അടിഭാഗം ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അത് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇത് ഓൾറെഡി കുക്കായ ഡോ ആയതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട. ഇനി എൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒഴിക്കുമ്പോൾ എഡ്ജിലേക്ക് ഒരുപാട് പോവാതെ ശ്രദ്ധിക്കണം, അപ്പോൾ പിന്നെ ഇത് ഓവർഫ്ലോ ആയിപ്പോവും. ഇനി എൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കുനാഫ ഡോ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്കിനി ബേക്ക് ചെയ്യാം. ഒരു 250 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇത്ര കട്ടിയിലായതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കണം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പർ ആൻഡ് ലോവർ കോയിൽ ഓണാക്കി ഇടണം. ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. പട്ട ആദ്യം തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒരു നൂൽപ്പരുവം ആവണ്ട, അതിന് ജസ്റ്റ് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇത് ഒരു നൂൽപ്പരുവം ആവണ്ടെന്ന് പറഞ്ഞത് ഇത് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് കട്ടിയായി പോകും. അപ്പോൾ ഒരു നൂൽപ്പരുവം ആവുന്നതിന് ജസ്റ്റ് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സെർവ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ കുനാഫ ഡോ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം, കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്ത്. അതല്ലെങ്കിൽ സേമിയ യൂസ് ചെയ്തും ഇതേപോലെ ചെയ്തെടുക്കാം. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് അറബ്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഡെസേർട്ടാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.